25 കൊല്ലമായിട്ട് വികസന നേട്ടം കേരളത്തിലെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ കൊല്ലം കോർപ്പറേഷനിലെ ഓരോ മനുഷ്യരെയും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് LDF കഴിഞ്ഞ 25 വർഷക്കാലത്തിനിടയിൽ കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരാശ്വാസം. കൊല്ലത്തെ LDFന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷനിലെ ഭരണസമിതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പൊ 100%. നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ 30 വർഷത്തെ ഭരണം, LDFന്റെ ഭരണം, ഇവിടുത്തെ രാഷ്ട്രീയം ബാധിക്കാത്ത ഇവിടെ കൂടിയിരിക്കുന്ന കൊല്ലം കോർപ്പറേഷനിൽ താമസിക്കുന്ന ഈ ജനസദസ്സ് വിലയിരുത്തിയിട്ട് 10ൽ 3 മാർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറാകുമോ എന്ന് ശ്രീമതി ചിന്താ ജെറോം പരിശോധിക്കാൻ തയ്യാറാകും. ഈ മൂഷിക ഭരണം കാരണം മുടിഞ്ഞ് കുത്തുവാളെടുക്കേണ്ട ലക്ഷണം. കാരണം ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ സ്വജനപക്ഷപാതം നടന്ന കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നമുള്ള കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഇവിടെ ചിന്ത പറഞ്ഞതുപോലെ പദ്ധതികൾ ധാരാളം പ്രഖ്യാപിക്കും. ഇപ്പം ചിന്ത തന്നെ പറഞ്ഞ ജീവനാണ് അഷ്ടമുടി, ജീവിതമാണ് അഷ്ടമുടി. പക്ഷേ അഷ്ടമുടി ജീവനുമല്ല, ജീവിതമല്ല, മലിനമാണ് അഷ്ടമുടി, മാലിന്യമാണ് അഷ്ടമുടി. വെറുതെയല്ലേ ഈ നാട് നന്നാവാത്തത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾക്ക് വ്യാജ വാഗ്ദാനം കൊടുക്കുന്നത്? പിന്നെ MPയുടെ കഥയൊന്നും നമ്മൾ പറയരുത്. MPയുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയോ നിതിൻ ഗഡ്കരിയോ കൊല്ലം എന്ന പേരിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് നോക്കിയിരിക്കുക. കാരണം അവരെവിടെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് അന്നേരം പുള്ളി ഫ്ലെക്സ് വെക്കും. ഇങ്ങനെ ഫ്ലെക്സ് വെക്കാനായിട്ടുള്ള ഒരു ഫ്ലെക്സിലുമാണ് കൊല്ലത്തിന്റെ MP. അല്ലാതെ അദ്ദേഹത്തെ കൊണ്ടൊരു പണി നടക്കത്തില്ല. ആശ്രമ മൈതാനത്തെ നായകളുടെ ശല്യത്തെ പറ്റി പറഞ്ഞു. ആശ്രമ മൈതാനത്തിനടുത്തുള്ള ഒരു നിവാസിയാണ് ഞാൻ. അവിടാണ് ഞാൻ ജീവിക്കുന്നത്. നിലവിൽ അങ്ങനെ നായശല്യമൊന്നും ആശ്രമ മൈതാനത്തുള്ളതായിട്ട് എനിക്കറിയത്തില്ല. കോളനി എന്ന് പറയുന്ന പദം മാറ്റി. അപ്പൊ ഇവിടെ നിങ്ങൾ നിരന്തരം കോളനി. ഒരു നിമിഷം, മാഡത്തിന്റെ പാർട്ടിയുടെ വിയറ്റ്നാം കോളനിയാ പുള്ളിക്കട കോളനി. മാഡത്തിന്റെ പാർട്ടിയുടെ വിയറ്റ്നാം കോളനിയാ പുള്ളിക്കട കോളനി. അല്ല അത് പിന്നെ എന്ത് വിഷമമുണ്ടല്ലേ? ചിന്തയുടെ കൂടെ കാറിലായിരിക്കും മാഡം വന്നത്. അതുകൊണ്ടാണ് മാഡത്തിന് പട്ടിയെ കാണാഞ്ഞത്. മനസ്സിലായില്ലേ? അതുകൊണ്ടായിരിക്കും മാഡത്തിന് പട്ടിയെ കാണാഞ്ഞത്. എത്രമാത്രം ഈ നാടിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ആ അടിച്ചമർത്തലുകൾ ഇപ്പൊ നമുക്കറിയാം, കേന്ദ്രം ഉൾപ്പെടെ നമുക്ക് ഫണ്ട് തരാതെ കേരളത്തെ ഞെക്കിപ്പിഴിയാൻ ശ്രമിക്കുമ്പോഴാണ് ദുരന്തം പറച്ചിലൊക്കെ നിർത്തി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ചിന്ത, എന്റെ ചോദ്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഏതെങ്കിലും ഒരു പദ്ധതി, ഏത് പദ്ധതിയുടെ പദ്ധതി വിഹിതമാണ് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വച്ചിരിക്കുന്നത്? കൊല്ലം കോർപ്പറേഷന് കിട്ടേണ്ട അമൃതുണ്ടോ, ജൽജീവൻ മിഷൻ ഉണ്ടോ, സൗഭാഗ്യ യോജനയുണ്ടോ, ആവാസ് യോജനയുണ്ടോ? ഏത് പദ്ധതിയുടെ വിഹിതമാണ് തരാനുള്ളത്? പറയൂ. എന്ത് പറയാങ്കി പറഞ്ഞു കൊടുക്ക. അല്ല, കേന്ദ്ര സർക്കാർ എത്ര തുക തന്നിട്ടുണ്ട്? അല്ല പറയട്ടെ, രേഖ കാണിച്ചു തരട്ടോ, വിവരാവകാശ രേഖ. ആദ്യത്തെ ചോദ്യം വേണ്ടിയിരുന്നില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് എത്ര പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്? മറുപടി, നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി കള്ളനാണോ? നിങ്ങളുടെ സർക്കാർ 3831 പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. ഒന്നും നടക്കത്തില്ല, വെറും വാഗ്ദാനം. അത് വെപ്പ അളിയന്റെ പണിയാ. ഞാൻ അറിഞ്ഞുകൊണ്ട് അളിയന് വല്ല സഹായം ചെയ്താൽ അതെന്റെ പൊളിറ്റിക്കൽ കരിയറിനെ മുഴുവൻ ബാധിക്കും. ചാനലിന്റെ പ്രതിനിധിയെ കാണിക്കാം. ഇതൊക്കെ കൊല്ലം കോർപ്പറേഷൻ കേന്ദ്ര ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നമുക്കറിയാം, കേന്ദ്രം ഉൾപ്പെടെ നമുക്ക് ഫണ്ട് തരാതെ കേരളത്തെ ഞെക്കിപ്പിഴിയാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. 268.3084 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതിൽ എത്ര തുക ചെലവഴിച്ചിട്ടുണ്ട്? 24 കോടി 51 ലക്ഷത്തി 61,000. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ചിലയിടത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കിടപ്പ് രോഗികൾക്ക് നൽകിയ കട്ടിലിനകത്ത് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുന്ന സമീപനം BJP പ്രവർത്തകർ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. സ്റ്റിക്കർ ഒട്ടിക്കുന്ന പാർട്ടിയായി പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. പിന്നെ നാണക്കെടുത്തി.
ഒരു വിലപ്പെട്ട സംശയം. എന്തിയ സഹോദരി, കൊല്ലം കോർപ്പറേഷൻ കൊടുത്ത പൈസ ആവാസ് യോജന 219 കോടി രൂപ, 219 കോടി രൂപ വിവരാവകാശം. നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറിയാണ് വിവരാവകാശം. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. പിന്നെ ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ ഈ ആവാസ് എന്താ അതിന്റെ ഉൾഭാവം എന്ന് പറയുന്നത് ഈ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് EMS. ആ മനുഷ്യൻ ഒരുപാട് ഈ നാട്ടിന് വേണ്ടി നിർത്തും അതിന്റെ ഉത്ഭവം EMS ഭവന പദ്ധതി എന്നാണ്. പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. പേര് മാറ്റി ഇട്ടത് കൊണ്ട് അതിന്റെ ഉത്ഭവം നിങ്ങളായിട്ട് സൃഷ്ടിച്ചായിട്ട് വരില്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? എന്റെ പൊന്നു സഹോദരി, ഇന്ദിരാഗാന്ധി ഭവന പദ്ധതി ഉണ്ടായിരുന്നത് അത് നിങ്ങൾ പറയാൻ അംഗീകരിക്കാം. EMS എന്നാണ് സഹോദരി കേന്ദ്രം ഭരിച്ചത്. നിങ്ങളുടെ പാർട്ടി രാജ്യം ഭരിച്ചിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നിങ്ങളുടെ പാർട്ടി രാജ്യം ഭരിച്ചിട്ടില്ല. ഇപ്പൊ ആകെ ഇവിടെ ഉള്ളു കന്നഡ തരി ബീഹാറിലും കെട്ടു, കന്നഡ തരി കെട്ടു, രാജ്യം ഭരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് EMSന്റെ പേര് കേന്ദ്രത്തിൽ വരുന്നത്? ഒരു ജാതി വകകളാണോ ഇവര്? കൊല്ലം തോട് നവീകരണം പറഞ്ഞ് 20 കോടി രൂപ പാഴാക്കി. അഷ്ടമുടിക്കായലില് മഴ എത്തുന്നതിന് തൊട്ട് മുമ്പ് ടെൻഡർ വെച്ചിട്ട് മാലിന്യം മൊത്തം മാറി കരയ്ക്ക് വെക്കും. മഴ പെയ്യുമ്പോൾ ഇതെല്ലാം ഒഴുകി വീണ്ടും കായലിലേക്ക് പോകും. വീണ്ടും ഇത് വാരാൻ പൈസ ചെലവാക്കും. ഇങ്ങനെയുള്ള വികസനമാണ്. ഇവരുടെ പാർട്ടി വികസന സന്ദേശ യാത്ര പറഞ്ഞൊരു യാത്ര നടത്തി. ഈ ഇവിടെ ശക്തികുളങ്ങരയിൽ കന്നിവേൽ വെസ്റ്റും കൂടെ ഈ ശ്രീമതി പ്രസന്ന ഏണസ്റ്റാണ് യാത്ര നയിച്ചത്. ആ യാത്രയ്ക്ക് പോയ ഒരു സഖാവ് ആ റോഡിലെ കുഴി വീണ് കാലുളുക്കി കിടക്കും. ഇപ്പൊ നിങ്ങൾക്ക് വേണേ കൊണ്ടുപോകാം, വീട്ടിൽ കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഇവരുടെ വികസനം. ഇവിടെ അഴിമതി നടക്കുന്നുണ്ട്. ഈ വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ? അല്ല എന്താ? ഇതൊക്കെ തന്നെ